മല്ലു ഫാമിലി അങ്ങനെ ഡിവോഴ്സിലേക്ക് പോവാണ്. ഫാമിലി വ്ളോഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ മല്ലു ഫാമിലിയിലെ സുജിനെയും അതുപോലെ പൊന്നൂസിനെയും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇവർ രണ്ടും ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുവാണ്. അതുപോലെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസമാണ് പൊന്നൂസിൻ്റെ ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറിയിലൂടെ അവരെ ഇഷ്ടപ്പെടുന്ന, അവരെ ഫോളോ ചെയ്യുന്ന, ഫാമിലി വ്ളോഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, അവരെ അവരെ തുടക്കം മുതലേ കണ്ടിഷ്ടപ്പെട്ട് വരുന്ന ആളുകളിലേക്ക് ആ ഒരു വിവരം എത്തിച്ചിരിക്കുന്നത്. ഫാമിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവരറിയാം, അല്ലാത്ത ആളുകൾക്ക് അറിയത്തില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സുജിൻ അതുപോലെ പൊന്നൂസ്. അപ്പം ഈ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ പൊന്നൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒറിജിനൽ പേര് നിത സതീഷ് എന്നാണ്. ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. പൊന്നൂസ് എന്ന് പറഞ്ഞാലാണ് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ. കാരണം ഇവരെ വീഡിയോസിലൂടെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നത് കുഞ്ചൂസ്, പൊന്നൂസ്, സുജിൻ, ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. ഇപ്പോൾ സുജിൻ റിയൽ നെയിമാണ്. അപ്പോൾ പൊന്നൂസും അതുപോലെ കുഞ്ചൂസ് സുജിൻ്റെ അനിയത്തിയാണ്. ഓക്കെ. അപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസം ഈ പൊന്നൂസ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച സ്റ്റോറിയിലൂടെ ഇവരെ ഡിവേഴ്സിൻ്റെ ഇപ്പം പരസ്പര സമ്മതത്തോടു കൂടി വേർപിരിയുവാണ് എന്നുള്ളൊരു വിവരമാണ് ഇവരെ ഫോളോവേഴ്സിനെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താ ഞാൻ പറയട്ടെ, ഫാമിലി വ്ളോഗ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കുന്നത് ഈ അവരുടെ ലൈഫിൽ നടക്കുന്ന സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് റിയൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അവർ വെളിയിലേക്ക് എടുത്തിട്ട് ജനങ്ങളെ കാണിക്കുന്നത് എന്നൊക്കെയാണ് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. അതൊന്നുമല്ല, ഇതൊരു റിയാലിറ്റിയും റീൽസും റിയാലിറ്റിയും തമ്മിലൊരു ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. അപ്പം ഇതിൽ ഇപ്പം മിക്കുള്ള ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്ന ആളുകളും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എരിവും പുളിയൊക്കെ കൊണ്ടിട്ട് അവരുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്ത് അത് റീച്ചാക്കി. കാരണം ഫാമിലി വ്ളോഗ്സ് ഒക്കെ കാണാൻ തന്നെ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മറ്റൊരുത്തൻ്റെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും അടിയും പിടിയും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാനെ കൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് തന്നെയാണ്. അപ്പം അതിനോട് കുറച്ച് എരിവും പുളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ ആയാലും കുറച്ച് റീച്ച് കിട്ടും, അത്യാവശ്യം ഒന്ന് ക്ലിക്കാവും. അതൊക്കെയാണ് ഈ ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്ന ആളുകളുടെ പ്രധാന ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അവരുടെ ഒരു ഐഡിയ ആണത്. അപ്പം പിന്നെ നമ്മൾ ഈ ക്യാമറയിലൂടെ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ മൊബൈലിലൂടെ കാണുന്ന എല്ലാ ഫാമിലി വ്ളോഗേഴ്സും അവരുടെ ലൈഫ് അതുപോലെയാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. ഇപ്പം ഒരു ഫാമിലി വ്ളോഗ്സിന് വേണ്ടിയിട്ട് അവർ ആ എടുക്കുന്ന ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് തന്നെ അവരെ അഭിനയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ സന്തോഷകരമായിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. പക്ഷേ ജനങ്ങളെ കാണിച്ച് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിലൂടെ വരുമ്പോഴത്തേക്ക് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അവൾ എന്നെ അത് പറഞ്ഞു, ഇവളെന്നെ ഇത് പറഞ്ഞു, എന്നെ ഇറക്കി വിട്ടു, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാപ്ഷനൊക്കെ കൊടുത്ത് എന്നൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ആയിരിക്കും കൂടുതലും ആളുകൾ ചെയ്യുന്നത്. പിന്നെ വേറെ രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ യഥാർത്ഥ ഒരു ലൈഫിനകത്ത് അവർ വൻ പരാജയമായിരിക്കും. വൻ പരാജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക തോൽവിയായിരിക്കും. വീട്ടിൽ 24/7 അടിയും പിടിയൊക്കെ ആയിരിക്കും. പക്ഷെ അവർ വീഡിയോയിലൂടെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ചിരിച്ച് കളിച്ച് സന്തോഷകരമായിട്ട് നല്ല രീതിയിലൊക്കെ ഉള്ളൊരു വ്ളോഗായിരിക്കും അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആൾക്കാർ ആയിരിക്കും, എന്തൊരു സന്തോഷമായിട്ടുള്ളൊരു ഫാമിലി, എനിക്ക് ഇയാളെ എങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ എങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ തന്നെ ഉണ്ട്. ഈ ഫാമിലി വ്ളോഗ്സൊക്കെ കണ്ട് ഈ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊരു പറ്റിപ്പീര് തന്നെയാണ്. ഈ ഫാമിലി വ്ളോഗ്സിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറേ ഉടായ്പ പരിപാടികളാണ്, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പരിപാടിയാണിത്. ഒരു വീഡിയോ ചിത്രീകരണമാണ് ഈ ഫാമിലി വ്ളോഗ്സിനകത്ത് കൂടുതലും കണ്ടുവരുന്നത്. ഇതൊന്നും ഇതിന് പിന്നാമ്പുറത്ത് നടക്കുന്ന പരിപാടിയൊന്നും ആർക്കും അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഇതിനകത്ത് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ട് വിശ്വസിക്കുന്ന, ഇതൊക്കെ കണ്ട് അവരെ കുടുംബത്തിലൊരു അംഗമായിട്ട് തന്നെ ലൈക്കും കമൻറ്റും ഇടുന്ന ആളുകൾ തന്നെ ഇതിനകത്തുണ്ട്. ഓക്കെ, അതൊക്കെ പോട്ടെ, ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ സുജിൻ്റെയും അതുപോലെ പൊന്നൂസിൻ്റെയും മല്ലു ഫാമിലിയിൽ ഇവരെ ഇടയ്ക്കുള്ള വിഷയങ്ങളൊന്നും ഇതുവരെ ആർക്കും അറിയത്തില്ല. ഇവർ വേർപിരിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു സൂചനയുമായിട്ടാണ് ഈ പോസ്റ്റും അത് കഴിഞ്ഞിട്ട് സുജിൻ്റെ ഒരു എക്സ്പ്ലനേഷനൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തും സുജിൻ പറയുന്നില്ല എന്തുകൊണ്ടാണ് വേർപിരിയുന്നത് എന്നൊന്നും പറയുന്നില്ല. അപ്പം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ചിലപ്പം അതിനുള്ള മറുപടി ചിലപ്പോൾ സുജിനായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കായിക്കോട്ടെ, ചിലപ്പോൾ ചോദിക്കും, നീ എന്തിനാ മറ്റുള്ള കാര്യം അറിയുന്നത്, എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ, അവർ ചിലപ്പം പിരിയുന്നത് ചിലപ്പോൾ അവരുടേതായിട്ടുള്ള കാരണങ്ങളായിരിക്കും, അതൊക്കെ എന്തിനാ നീ അറിയുന്നതെന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വരുന്നത് തന്നെ ഫാമിലി വ്ളോഗ്സിലൂടെയാണ് കയറി വരുന്നത്. അപ്പോൾ ഇവരെ ഫാമിലിയിലുള്ള കാര്യങ്ങൾ അത് പൊതുസമൂഹത്തിൽ കൊണ്ടിട്ട് അത് നാട്ടുകാരെ എല്ലാം അറിയിച്ച് അങ്ങനെയാണ് ജനങ്ങളെ ഒരു സപ്പോർട്ട്, ജനങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി അങ്ങനെയാണ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പം അവരെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾ അറിഞ്ഞറിഞ്ഞ് അതിലൂടെയാണ് ഇവരെ ജനങ്ങൾ ഫോളോ ചെയ്ത് ഇഷ്ടപ്പെട്ട് കയറി വന്നത്. അപ്പം അങ്ങനെ നാളെ ഒരു സമയത്ത് അവരുടെ ഫാമിലിയിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്തും അത് അറിയാനുള്ളൊരു ബാധ്യത ഈ പറഞ്ഞിട്ടുള്ള ഫോളോവേഴ്സിനുണ്ട്. അവർക്കൊരു ആഗ്രഹം കാണും,
എന്തുകൊണ്ടാണ് നിങ്ങൾ വേർപിരിഞ്ഞത്? അത് പറയാനുള്ളൊരു റെസ്പോൺസിബിലിറ്റി അപ്പോൾ ഇവർക്കുണ്ട്. അത് വേറൊരു കാര്യം. ഞാൻ ഇവിടെ കുറ്റപ്പെടുത്തുമല്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള പൊന്നൂസ് ഷെയർ ഇട്ടിട്ടുള്ള സ്റ്റോറിയിൽ ഒരു 3 ഫോട്ടോ ഞാൻ ഇവിടെ വയ്ക്കാം. ആദ്യം തന്നെ പുള്ളിക്കാരി പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഫോട്ടോയിൽ പുള്ളിക്കാരി ഇട്ടേക്കുന്നത് കർമ്മ അത് തിരിച്ചടിക്കും. അത് സുജിനുമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇട്ടയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കർമ്മ അത് തിരിച്ചടിക്കുന്നതാണ്, അല്ലാതെ പിന്നെ അത് ഇതിൻ്റെ കാര്യം എന്തുവാണ്? എന്നിട്ട് രണ്ടാമത് ഇട്ടേക്കുന്ന അങ്ങനെ ആ ബന്ധവും സന്തോഷകരമായിട്ട് അവസാനിച്ചു എന്നാണ് രണ്ടാമത്തെ സ്റ്റോറിയിൽ ഇട്ടേക്കുന്നത്. മൂന്നാമത്തെ സ്റ്റോറിയിൽ ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ് ഇറ്റ്സ് എൻഡഡ് ബട്ട് യു ആർ മൈ ഫേവറേറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോറി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെയൊക്കെ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരിക്ക് ഇപ്പോഴും സുജിനോട് ഒരു ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമുണ്ട്. ഇപ്പോഴും പുള്ളിക്കാരിയുടെ സൈഡ് ഈ ഒരു സ്റ്റോറി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, ഇപ്പോൾ പുള്ളിക്കാരിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഈ ഒരു ബന്ധം തുടർന്ന് കൊണ്ടുപോകാൻ പുള്ളിക്കാരി ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്കിതിലൂടെ മനസ്സിലായത്. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഒരു ബന്ധം തകർത്ത് കളയാൻ എളുപ്പമാണ്, അത് കൂട്ടി യോജിക്കാനാണ് പാട്. പിന്നെ ഇവരെ ഫാമിലിയിൽ തന്നെ ചിലപ്പം പല ആളുകളുടെയും സമ്മർദ്ദങ്ങൾ കാണും, പ്രഷർ കാണും. ചിലർ ചിലപ്പം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കൂ എന്നൊക്കെ പറയുന്ന ആളുകൾ കാണും. ചിലർ പറയും നിങ്ങൾ ഇനി ഒരുമിച്ച് ജീവിക്കേണ്ട, കാരണം ഇത്രയൊക്കെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പിരിക്കാൻ നോക്കുന്ന ആളുകളും കൂടുതലും അങ്ങനെയുള്ള ആളുകളാണ്. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ സ്വന്തം ഫാമിലിയിലുള്ള ആളുകൾ തന്നെ അതിനകത്ത് കാണും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ. അപ്പോൾ ഇതിലൂടെ എനിക്ക് മനസ്സിലായ സ്റ്റോറിയെ കണ്ടപ്പോഴത്തേക്ക് ഇപ്പോഴും ഈ പൊന്നൂസിന് ഈ സുജിനോട് ആ ഒരു ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ട്, ഒരുമിച്ച് ജീവിക്കാനൊക്കെ ആഗ്രഹമുണ്ട് ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ എനിക്ക് ഇവരെ മുമ്പുള്ള വീഡിയോസൊക്കെ ഞാൻ കാണുമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കൊറോണ സമയത്തൊക്കെയാണ് ഇവരെയൊക്കെ ഫാമിലി വ്ളോഗ്സൊക്കെ കയറി വരുന്നത്. അപ്പോൾ അന്ന് തൊട്ടേ കാണുന്ന ആൾക്കാർക്കറിയാം ഇവർ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. വീഡിയോസിലൂടെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടൊന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം ഒന്നുമില്ലെങ്കിലും നമ്മൾ അവരെ ലൈഫിൽ അല്ലെങ്കിൽ അവരെ വീട്ടിൽ നമ്മൾ പോകുന്നില്ലെങ്കിലും അവരുടെ ലൈഫിൽ നമ്മൾ ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്നില്ലെങ്കിലും ഇവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അതിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അരിയാരം കഴിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഇവർ പറയാതെ തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലേ. അപ്പം ഇവരെ പിരിയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഈ പൊന്നൂസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് സുജിനിൽ നിന്ന് അത്രയും പരിഗണന കിട്ടാതെ പോയി. ആ ഒരു സ്നേഹം, ആ ഒരു പരിഗണന, ആ ഒരു മാറ്റി നിർത്തപ്പെട്ടു എന്നൊക്കെ ഒരു ഫീൽ പല വീഡിയോസിനകത്തും എനിക്കത് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയ കാര്യമാണ് ഇവരെ വീഡിയോസൊക്കെ കാണാൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പബ്ലിക്കിൽ ഇവരെ ഫാമിലിപരമായിട്ടുള്ള വിഷയങ്ങൾ കൊണ്ടുമ്പോഴത്തേക്ക് അവരെ വീഡിയോസ് കാണുന്ന ഓഡിയൻസ് എന്ന നിലയ്ക്ക് പല ആളുകൾക്കും പല അഭിപ്രായങ്ങൾ തോന്നും. അപ്പോൾ അത് നിങ്ങൾ കേൾക്കാനുള്ളൊരു ഇതും കൂടെ നിങ്ങൾ കാണിക്കണം. കാരണം നിങ്ങൾ കൊണ്ടിടുന്നപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് പലരും പറയുന്നത് കണ്ടിട്ടുണ്ട്, പലരും ഈ ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് കണ്ടിട്ടുണ്ട്. അവരെ ഫാമിലി നടക്കുന്ന വിഷയങ്ങൾ അവർ കൊണ്ടിട്ട് പബ്ലിക്കിൽ പറഞ്ഞതിന് ശേഷം അത് മറ്റുള്ളവർ കമൻറ്റ് രൂപത്തിലും അല്ലെങ്കിൽ മറ്റുള്ളവർ വീഡിയോസ് രൂപത്തിലും അവർ അഭിപ്രായങ്ങൾ പറയുമ്പോഴത്തേക്ക് അതിനെതിരെ ശബ്ദം ഉയർത്തുന്നതാണ്. നിങ്ങൾ ആരാ അതൊക്കെ ചോദിക്കാൻ, നിങ്ങൾ ഇങ്ങനെ കമൻറ്റ് ഇടാൻ നിങ്ങൾക്ക് എന്താ അധികാരം എന്നൊക്കെ. അപ്പം നിങ്ങളെ ഫാമിലിയിലുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കിലേക്ക് കൊണ്ടിടുമ്പോഴത്തേക്ക് അതിനെ വിലയിരുത്താൻ അതിനെ കാണുന്നൊരു ഓഡിയൻസ് എന്ന നിലയ്ക്ക് അവർക്കും അവകാശമുണ്ട്. അത് ആദ്യം മനസ്സിലാക്കുക. ഇനി ഞാനിവിടെ സുജിന് പറയാനുള്ള ആ ഒരു കാര്യം കൂടെ ഞാനിവിടെ വെക്കാം. നിങ്ങൾ നോക്ക്, ഇവർ പിരിയാനുള്ള ഇപ്പോൾ സെപ്പറേറ്റ് ആവാൻ പലവട്ടം ആലോചിച്ചു, പക്ഷേ വേണ്ട, ഇനി അങ്ങോട്ട് തുടർന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു സംഭാഷണമാണ് സുജിൻ ഇവിടെ പറയുന്നത്. അതൊന്ന് ഞാനവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കെ. എൻ്റെ ഫാമിലി ഇത് വെച്ചിട്ട് ഞാൻ അന്ന് വീഡിയോസ് ഉണ്ടാക്കാമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിനെപ്പറ്റി ചില ആൾക്കാർ പറയുന്നുണ്ട്. അവിടെ കഴിഞ്ഞോട്ട് എനിക്ക് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ എടുത്ത ഈ ഒരു ഡിസിഷന് റോങ് ആണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ അന്ന് വീഡിയോസ് ഇട്ടപ്പോൾ പൊന്നൂസിൻ്റെ അതൊരു കംപ്ലയിൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, അത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കണം അന്നത്തെ ഒരു ഇതിൽ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇതായി പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് കുറേ പേര് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്, പൊന്നൂസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സത്യമായിട്ടും പറയാണ്, അങ്ങനെയൊന്നുമില്ല. പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ്, ഒരിക്കലും ഞാൻ അവളെ മോശം പറയണം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ഞങ്ങൾ 2 പേർക്ക് ഒന്നിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത്. പിന്നെ ചിലർ പറയുന്നുണ്ട് നിങ്ങൾ മറ്റേ പെട്ടെന്ന് എടുത്ത തീരുമാനം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങലല്ലോ ഒറ്റയടിക്ക് എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ ഏകദേശം 7 വർഷത്തോളമായി ഞങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ അടി, പ്രശ്നങ്ങൾ, വഴക്കുകൾ, ഒരുപാട് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന പോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ കാട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ, ഇപ്പം നമുക്കെന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭർത്താക്കന്മാർ തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു, അമ്മായിമ്മ തച്ചു, അമ്മൂസാക്ക തച്ചു, പ്രശ്നങ്ങൾ, കേസ്, കോടതി, വഴക്കുകൾ, ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനും കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാൻ അവളും പാടന്നെ മ്യൂച്ച്.
ഓക്കെ, ആദ്യം തന്നെ സുനിയും പറയുന്നല്ലോ തമ്പനയിൽ വെച്ച് ക്യാപ്ഷൻ വെച്ച്, അതിപ്പോൾ മിക്കുള്ള ഫാമിലി വ്ളോഗേഴ്സ് അതൊക്കെ ചെയ്യുന്നതാണ്. റീച്ചിന് വേണ്ടിയിട്ട് പല ക്യാപ്ഷൻസും പല തമ്പനയിലൊക്കെ കൊടുക്കുന്നുണ്ട്. അല്ല എല്ലാവരും അത് തന്നെ, അതിനകത്ത് ഇപ്പം പറഞ്ഞിട്ട് കാര്യം, എല്ലാവരും വീഡിയോ ഇടുന്നത് റീച്ചിന് വേണ്ടിയിട്ടും അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് വീഡിയോ ഇടുന്നത്. അല്ലാതെ ചുമ്മാ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടല്ല വീഡിയോ ഇടുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാം. അല്ലെങ്കിൽ പിന്നെ ഇത്രയും സമയം കളഞ്ഞ് ഇതിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇതിനകത്തൊക്കെ ഇടുന്നതിനാണ് അത്യാവശ്യം റീച്ച് കിട്ടാനാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള തമ്പനയിലും അതുപോലെ ക്യാപ്ഷനൊക്കെ കൊടുക്കും. സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെയാണ്, എല്ലാ ഫാമിലി വ്ളോഗേഴ്സും അങ്ങനെയാണ്. പിന്നെ ഒരു കാര്യത്തിനോട് ഞാനും യോജിക്കുന്നുണ്ട്, ഇപ്പം പറഞ്ഞ പോലെ. അപ്പം മാക്സിമം നോക്കുക, ഒന്നിച്ച് ജീവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല എങ്കിൽ പരസ്പരം ബന്ധം വേർപെടുത്തി പരസ്പരം ജീവിച്ച് പോവുക. കാരണം പിന്നെ ഒന്നിച്ചു പോകാൻ പറ്റാതെ അവിടെ കിടന്ന് അടികൂടി അവസാനം ഒരാൾ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളി വിടുന്നതിനേക്കാളും നല്ലത് പരസ്പര സമ്മതത്തോടു കൂടി സന്തോഷകരമായിട്ട് ബന്ധം വേർപെടുത്തുക. അന്ന് അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ നമ്മളെ രാജ്യത്തുണ്ട്, നിയമവും സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പരസ്പര ബന്ധം വേർപിരിഞ്ഞ് നിയമപരമായിട്ട് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഓക്കെ, അതിനോട് യോജിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഈ മല്ലു ഫാമിലി എന്ന് പറഞ്ഞ വ്ളോഗ്സ്, അവർ വളർന്നു വന്നത് ജനങ്ങളെ കണ്ണിലൂടെയാണ്. എന്നുവെച്ചാൽ ഇപ്പം സുജിൻ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നെല്ലാം ഇവരെ ഫാമിലി, ഇവരെ ഓഡിയൻസിനറിയാം. ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ടുള്ള ഒരു സുജിൻ വെറും സാധാരണക്കാരനായിട്ട് വെറും ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് ഓട്ടോറിക്ഷ ഓടിച്ചു. അവിടെ നിന്നാണ് ഈ പറഞ്ഞിട്ടുള്ള പൊന്നൂസ് എന്ന് പറഞ്ഞ ആ ഒരു എനിക്കൊന്ന് 18 വയസ്സൊക്കെ ആയ സമയത്താണോ വെറും ചെറിയ പ്രായത്തിൽ തന്നെയാണ് ഈ കുട്ടിയെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം അത്രയും ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ കയറി വന്നിട്ടുള്ള ഒരു ഫാമിലിയാണ് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള പല സമയത്തും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവരെ വീഡിയോസൊക്കെ ആദ്യം കാണുന്ന സമയത്ത് ആ കുട്ടിക്ക് വേണ്ട പരിഗണന കൊടുത്തിട്ടില്ല. അപ്പം സുജിൻ മെയിനായിട്ട് ഈ പറഞ്ഞിട്ടുള്ള പരിഗണന കൊടുക്കുന്ന ഫ്രണ്ട്സിന്, കൂടുതൽ ഫ്രണ്ട്സിനോടൊപ്പം കൂടുതൽ ചിലവഴിക്കും. അതൊക്കെയാണ് അവർക്കാണ് മുൻഗണന കൊടുക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള പൊന്നൂസുമായിട്ടുള്ള വീഡിയോസിനകത്തൊക്കെ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. പൊന്നൂസിന് ഒരു പരിഗണന അവിടെ കിട്ടുന്നില്ല. അത് സുജിനെ കൂടെ മനസ്സിലാക്കണമായിരുന്നു. കാരണം താൻ വന്ന വഴി ഓട്ടോറിക്ഷ ഓടിച്ച് അത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത്, കാരണം തൻ്റെ അച്ഛനെയും അമ്മയൊക്കെ വെറുപ്പിച്ച് സ്വന്തം കുടുംബത്തേക്ക് വെറുപ്പിച്ച് തൻ്റെ കൂടെ ഇറങ്ങി വന്നൊരു കുട്ടിയെ, ആ കുട്ടിക്കും കൂടെ ഒരു പരിഗണന കൊടുക്കേണ്ട സ്നേഹം കൊടുത്ത് കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ നിങ്ങളൊരു ഡിവോഴ്സിലേക്ക് എത്തേണ്ട വരത്തില്ലായിരുന്നു. എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. കാരണം ഇവരെ വീഡിയോസൊക്കെ ഞാൻ ആദ്യം കാണുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ബാക്കിയും കൂടെ കേട്ട് നോക്കാം സുജിന് പറയാനുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് പിരിയാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നിങ്ങളെ അറിയിക്കില്ലായിരുന്നു. പക്ഷേ ഞാനും പൊന്നൂസും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സും കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് മാത്രം അത് നിങ്ങളെന്നെ ഒരു പോസ്റ്റിലൂടെ മാത്രം അറിയിച്ചു. ഓക്കെ, അല്ലാണ്ട് നമ്മളതൊരു കണ്ടന്റ് ആക്കിയിട്ട് ഉപയോഗിക്കാനോ അവൾ വേറെ വീഡിയോ ഇടാനോ ഞാൻ വീഡിയോസ് ഇടാനോ ഒന്നും ഞങ്ങൾ എവിടെയും ആയിട്ടില്ല. ഞങ്ങൾ ഒരുപോലെ തന്നെ ഒരു പോസ്റ്റ് രണ്ടാളുംപാട് എഴുതിയിട്ടു, അത്രേ ഉള്ളൂ. പക്ഷേ ആ പോസ്റ്റ് ഒരുപാട് ആൾക്കാർ എടുത്തിട്ട് വീഡിയോസുകളും ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ അതിൽ അവളെ തന്നെ മോശക്കാരി ആക്കിയിട്ട് മറ്റേ കുറേ വീഡിയോസുകളിലെ ഇതും അതുപോലെ തന്നെ കമൻസുകളൊക്കെ കണ്ടു. അപ്പം ഞാൻ പറയാണ്, ഇനിയിപ്പോൾ അതിൽ ഞാൻ പറഞ്ഞേക്കാൻ കൂടുതൽ വേറെ ആരും ലോകത്ത് പറയേണ്ടായിരിക്കില്ല. കാരണം ഞാൻ തന്നെ പറയണേ, ഒരിക്കലും അവളൊരു മോശക്കാരിയോ അങ്ങനെയൊന്നുമല്ല. അത് അന്ന് എൻ്റെ തെറ്റുകൊണ്ട് മാത്രം ഞാൻ അന്ന് ഒരു ക്യാപ്ഷൻ ഇട്ടാണ് അന്ന് അങ്ങനെ ഒരു അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഒരുപാട് കമൻസുകൾ അന്ന് എനിക്കെതിരെ ഭയങ്കരമായിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ സാധാരണയായിട്ട് ഫാമിലി വ്ളോഗ്സ് ഒക്കെ കാണുന്ന ആളുകൾക്ക് ഇപ്പം ഇതുപോലെ പിരിയുന്നു, അതുപോലെ ഡിവോഴ്സ് ആവുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അവരെ അറിയാനെ കൊണ്ട് അവരൊരു ആഗ്രഹമാണ് എന്തുകൊണ്ട് നിങ്ങൾ പിരിയുന്നു. അത്രയും നിങ്ങളെ വളർത്തിയ ആളുകൾക്ക് അത് ചോദിക്കാനുള്ള അവകാശം കൂടെ ഉണ്ട്, അതും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അത് പറയേണ്ട ഉത്തരവാദിത്വം നിങ്ങളെയും കൂടെയാണ്. ഇപ്പം ഇവിടെ സുജിൻ എന്താ വിവരമൊന്നും പറയുന്നില്ല ഇവർ പിരിയാനുള്ള കാരണം. പക്ഷേ ഒരു അടിച്ച് പിരിയുന്നതിനേക്കാളും സന്തോഷകരമായിട്ട് പിരിയുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് നല്ല കാര്യം തന്നെ. പരസ്പരം ഒത്തൊരുമിച്ച് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ പിരിയുക, അതാണ് വേണ്ടുന്നത്. മാക്സിമം നോക്കുക, അതാണ് വേണ്ടുന്നത്. പിന്നെ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാതെ കുടുംബത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി തമ്മിൽ തല്ലി തീരുന്നതിനേക്കാളും പിരിഞ്ഞ് സെപ്പറേറ്റായി സന്തോഷകരമായിട്ട് ജീവിക്കുക, അതാണ് നല്ലത്. പിന്നെ ഈ സുജിൻ, ഇപ്പം ഈ പൊന്നൂസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ സുജിൻ്റെ ഈ ഒരു വളർച്ചയ്ക്ക് പിന്നിൽ സുജിൻ്റെ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ് സുജിൻ ഇപ്പം ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ഒരു ഭാഗം സുജിൻ്റെ അമ്മയ്ക്കും സുജിൻ്റെ അനിയത്തിക്കും പിന്നെ ഈ പറയുന്ന പൊന്നൂസിനും കൂടെ അവകാശപ്പെട്ടതാണ്. കാരണം നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ ഈ സുജിൻ്റെ മല്ലു ഫാമിലി എന്ന് പറയുന്ന ഇവരെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് അതിൽ പൊന്നു കൂടെ ഒരു ഘടകമായിരുന്നു മെയിനായിട്ട്. കാരണം ഇവരെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഘടകമായിരുന്നു വീഡിയോസിനകത്തൊക്കെ. രസകരമായിട്ടുള്ള
കാര്യങ്ങളും സംഭാഷണങ്ങളും അതൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ വിവരിക്കുകയൊന്നും വേണ്ട. പിന്നെ ഇതിനകത്തിപ്പം ഇവർക്ക് 2 മക്കളും കണ്ടാണ്. ഈ 2 മക്കളാണ് ഇതിൻ്റെ ഇടയിൽ കടന്ന് ഇനി അനുഭവിക്കാൻ പോകുന്നത്. അത് ഇവർ ചിന്തിക്കുന്നില്ല. ഇപ്പം പഴയ വീഡിയോസിനകത്തൊക്കെ സുജിൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ തൻ്റെ അച്ഛൻ അവരെയൊക്കെ കളഞ്ഞിട്ട് പോയൊരു വ്യക്തിയാണ് എന്നൊക്കെ പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ശേഷം സുജിനാണ് ആ കുടുംബം നോക്കിയിരുന്നത്. അപ്പോൾ അത്രയ്ക്കും കഷ്ടപ്പാടുകളും അത്രയ്ക്കും ബുദ്ധിമുട്ടുകളും വേദനകളൊക്കെ മനസ്സിലാക്കി ജീവിച്ചു വന്നൊരു വ്യക്തിയാണ് ഈ സുജിൻ. അപ്പോൾ എന്തുകൊണ്ട് തൻ്റെ മക്കളുടെ ആ കാര്യം, 2 മക്കളുണ്ടെന്ന് തോന്നുന്നു ഇവർക്ക്, ആ മക്കളുടെ അവസ്ഥയും കൂടെ ഇവർ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഈ സുജിനായിക്കോട്ടെ, ഈ പൊന്നൂസ്, എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളാണ്, ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. കാരണം ആ സ്റ്റോറി കാണുമ്പോൾ തന്നെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം, പൊന്നൂസിൻ്റെ ആ സ്റ്റോറി കാണുമ്പോൾ തന്നെ അതിലൂടെ മനസ്സിലാക്കാം പുള്ളിക്കാരിക്ക് ഇപ്പോഴും താല്പര്യമുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു 10-15 മിനിറ്റ് ആ പുള്ളിക്കാരിയോടൊന്ന് സ്പെൻഡ് ചെയ്തിരുന്ന് സംസാരിക്കാൻ ടൈം കൊടുക്കുമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ക്ലിയർ ആവുന്നേ ഉള്ളൂ. എനിക്കൊന്നും പക്ഷേ സുജിന് അതിനൊട്ട് സമയമില്ല. പുള്ളിക്കാരൻ ഇപ്പം വണ്ടിയുടെ പുറവിലും മറ്റുള്ള പരിപാടിയുടെ പുറവിലേക്കാണ് കൂടുതൽ, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയാണ് പോകുന്നത്. എനിക്കൊന്ന് കുറച്ച് നേരം അവരോടൊക്കെ ഇരിക്കാനോ അല്ലെങ്കിൽ ആ കുട്ടികളോടൊപ്പം ഇരുന്ന് ചിലവഴിക്കാനോ ഉള്ള സമയം പോലും കണ്ടെത്തുന്നില്ല. അതൊക്കെയാണ് ഈ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തന്നെ മെയിനായിട്ടുള്ള കാരണങ്ങൾ. കാരണം ഏതൊരു സ്ത്രീക്കും അവർക്ക് ഭർത്താവിൻ്റെ നിന്ന് കിട്ടേണ്ട കുറച്ച് കരുതൽ, കുറച്ച് സ്നേഹം, ഒരു 5 മിനിറ്റ് ഇരുന്ന് അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുക, ഫാമിലിയിലെ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് അതൊക്കെ ക്ലിയർ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് അവരെ ഒരു ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിനൊക്കെ ഉള്ളൊരു സമയം കൊടുക്കാതെ അവരവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പണത്തിൻ്റെ പിറകെയും അതുപോലെ വണ്ടിയുടെ പിറകെയും കുണ്ടിയുടെ പിറകെയും ഓടിക്കഴിയുമ്പോഴത്തേക്ക് ആ കുടുംബം തകരും. അതിനകത്ത് യാതൊരു സംശയമില്ല. എല്ലാ ഫാമിലിയിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ ഒരു കുടുംബം തകരുന്ന കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് ഒന്നിച്ച് സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാൻ ഇപ്പോൾ ഇവരെ ഈ ഫാമിലി വ്ളോഗ്സ് കാണുന്ന ആൾക്കാരിൽ പകുതി പേരും ചിന്തിക്കുന്നൊരു കാര്യം, ഇവരെ കുടുംബം എങ്ങനെയെങ്കിലും തകർന്ന് തരിപ്പണമാവണേ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. കാരണം അത് കണ്ട് അസൂയപ്പെട്ടിട്ട്, അല്ലെങ്കിൽ അവരെ ഫാമിലി കണ്ടില്ല ഇത്രയും സന്തോഷകരമായിട്ട് ജീവിക്കുന്നത്, അത് കാണുന്ന വ്യക്തി ചിലപ്പോൾ വീട്ടിൽ നിന്ന് കാണുന്ന വ്യക്തിയുടെ തലയിൽ വല്ല ചട്ടിയും കല്ലൊക്കെ കൊണ്ട് അടിച്ചിട്ട് വൈഫ് അപ്പുറത്തിരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ വൈഫിൻ്റെ തലയിൽ വല്ല ചട്ടിയും കല്ലയും കൊണ്ട് അടിച്ചിട്ടായിരിക്കാം ഈ ഫോണിലിരുന്ന് ചിലപ്പം ഇവരെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടൊരു ഈഗോ അവിടെ വർക്ക് ചെയ്യും. കാരണം ഇവരൊക്കെ ഇത്രയും നല്ലോണം ജീവിക്കുന്നില്ല, ഇവരൊക്കെ പണ്ടാരം അടങ്ങി പോകുന്നുള്ള ഒരു ചിന്തയും, അങ്ങനെ ഒരു ചിന്താഗതി കൊണ്ട് നടക്കുന്ന കൂടുതൽ ആൾക്കാരായിരിക്കും ഇവർ വീഡിയോസൊക്കെ കാണുന്നത്. അങ്ങനെയുണ്ട്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇവരെ ലൈഫിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ കണ്ടിട്ട്. ഞാൻ ഇവരെ വീഡിയോസൊക്കെ കണ്ടിട്ടും ഇപ്പം ഈ സുജിൻ്റെ എക്സ്പ്ലനേഷനിലൂടെയൊക്കെ അതിലൂടെയൊക്കെ മനസ്സിലാക്കാം. അപ്പം അവിടെയും പുള്ളിക്കാരൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊന്നൂസ് പാവമാണ്, പൊന്നൂസിൻ്റെ പേര് വെറുതെ വലിച്ചഴിക്കില്ല, പൊന്നൂസിൻ്റെ ഭാഗത്തൊന്നും തെറ്റില്ല. പിന്നെ ആരെ ഭാഗത്താണ് സുജിൻ തന്നെ പറയുന്നുണ്ട് പൊന്നൂസ് പാവമാണ്, പൊന്നൂസിൻ്റെ ഭാഗത്തൊന്നും ഒരു തെറ്റില്ല. പിന്നെ ആരെ ഭാഗത്തുനിന്നാണ് തെറ്റ്? സുജിൻ്റെ ഭാഗത്താണോ തെറ്റ്? പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് പേഴ്സണലി ഇവരെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, പകുതി സമയം പുള്ളിക്കാരൻ വണ്ടിയുടെയും കുണ്ടിയുടെയും ഈ പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്സിൻ്റെയും കൂടുതൽ സമയം ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സാണ് ഇവരെ വീട്ടിൽ വന്നിട്ട് ചിലവഴിക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു ചെറിയൊരു കുടില് പോലത്തുള്ളൊരു വീട്ടിൽ നിന്ന് തുടങ്ങിയ ഒരു ജീവിതയാത്രയാണ് ഇവരെ. ഈ പൊന്നൂസ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ കെട്ടിക്കൊണ്ട് വന്ന സമയത്തൊക്കെ നമ്മൾ കാണുന്നതാണ്. വെറും ഒരു കുടില് പോലത്തുള്ളൊരു വീടായിരുന്നു. അതിൽ നിന്നൊക്കെയാണ് ഇവരെ തുടക്കങ്ങൾ, അല്ലേ? അപ്പോൾ ആ സമയത്ത് പോലും വണ്ടി മേടിക്കാനും കുണ്ടി മേടിക്കാനും നടക്കുന്ന സമയത്ത് സ്വന്തം കുടുംബം ഈ പറഞ്ഞിട്ടുള്ള നല്ലൊരു വീട് വെക്കുക, നല്ല വീട്ടിലേക്ക് മാറുക എന്നുള്ളൊരു ചിന്തയൊന്നും സുജിനില്ലായിരുന്നു. അപ്പം പുള്ളിക്കാരിയുടെ ഒരു പ്രശ്നം എനിക്കൊന്നും അതൊക്കെയാണെന്ന് തോന്നുന്നു. പ്രത്യേക ഒരു പരിഗണന സുജിൻ, വേണ്ടുന്ന പരിഗണന, പ്രത്യേക പരിഗണന കൊടുക്കണമെന്നില്ല, ഒരു ചെറിയൊരു പരിഗണനയും ഒരു സ്നേഹവും ഒരു കരുതലൊക്കെ പുള്ളിക്കാരിക്ക് കൊടുക്കുന്നില്ല, പുള്ളിക്കാരിക്ക് കിട്ടുന്നില്ല. അത് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാകും. പഴയ വീഡിയോസിനകത്തൊക്കെ ഈ സുജിൻ തന്നെ പറയുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. അമ്മയും അതുപോലെ പെങ്ങളെയൊക്കെ അച്ഛൻ നോക്കിയിട്ടില്ല, അത്രയും ബുദ്ധിമുട്ടിൽ നിന്ന് വന്നതാണ്, അവരെയൊക്കെ ഞാനാണ് നോക്കിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സുജിൻ. അപ്പോൾ ആ 2 മക്കളെ അവസ്ഥയും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ മക്കൾ നാളെ വളർന്നു വരുമ്പോഴത്തേക്കാലും ഉറപ്പായിട്ടും അവരെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അച്ഛൻ്റെയും അമ്മയുടെയും നിങ്ങളെയൊക്കെ ഒരു സ്നേഹവും കരുതലും കൊണ്ട് വളരാൻ ആഗ്രഹിക്കുന്നതാണ് അവർ. നാളെ ഒരു സമയത്ത് അവർ വളർന്നു വരുന്ന സമയത്ത് ഇതുപോലെ നേരെ തിരിച്ചു പറയും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പരസ്പരം അവരെ ഓർത്തെങ്കിലും നിങ്ങളെ ലൈഫിനകത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരസ്പരം സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ട് ഒത്തൊരുമിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അതാണ് വേണ്ടുന്നത്. അതല്ല നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിൽ നിയമപരമായിട്ട് ബന്ധം ഒഴിയുക. ഇതുപോലെ പരസ്പരം ചെളിവാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഒരാൾ അവിടെ ഒരു വീഡിയോ ഇടുന്നു, ഒരാൾ ഇപ്പുറം ഒരു വീഡിയോ ഇടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇട്ട് വെറും ചെളിവാരി എറിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് തിന്നാൻ കൊടുക്കാതെ അങ്ങനെ പോവുക, അങ്ങനെ ചെയ്യുക. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ നിങ്ങളിടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിടയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ
മനസ്സിലാക്കി നിൻ്റെ കൂടെ നിന്നിട്ടുള്ളൊരു പെൺകുട്ടി എല്ലാം വീട്ടുകാരെയും സ്വന്തക്കാരെയും നാട്ടുകാരെയും എല്ലാം വെറുപ്പിച്ച് നിൻ്റെ കൂടെ വെട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ഇറങ്ങി വന്ന് നിൻ്റെ കൂടെ ജീവിച്ച ഒരു പെൺകുട്ടിയെ നിസ്സാരമായിട്ട് വലിച്ച് എറിഞ്ഞ് കളയുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളെങ്കിലും ഉറപ്പായിട്ടും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.